നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ധാരാളം വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. വളരെ വില കൂടിയ വാഹനങ്ങളും പലപ്പോഴും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാവർക്കും വില കൂടിയ വാഹനങ്ങൾ വാങ്ങിക്കുക എന്നുള്ള പോസിബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മുടെ ചിന്ത. വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും വലിയ വാഹനം വാങ്ങിക്കുന്നത് നമ്മൾ കരുതാറുണ്ട്. ജോലി മാത്രം ചെയ്ത് വലിയ ലൈഫ് സ്റ്റൈലിലേക്ക് എത്താൻ അല്പം പ്രയാസമാണ്. എന്നാൽ ചെറിയ രീതിയെങ്കിലും നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ആർക്കും ജീവിതം മെച്ചപ്പെടുത്താവുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ വാഹനം എന്നുള്ള സ്വപ്നം നമുക്ക് സഫലീകരിക്കാനും പറ്റും. പക്ഷേ ഏത് സെക്ടറിൽ നിക്ഷേപിക്കുക എന്നൊക്കെ സംശയമുള്ള ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ 21 സെക്ടറുകളിലുള്ള ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് നിക്ഷേപം നടത്താനുള്ള പുതിയൊരു അവസരം ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. ആക്സിസ് മാക്സ് ലൈഫ് ആണ് ഇങ്ങനൊരു അവസരം ഒരുക്കുന്നത്. അവരുടെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന പുതിയൊരു NFO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വർഷം 2.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതിൻ്റെ കൂടെ നമ്മളടയ്ക്കുന്ന മാസാമാസ പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി വരുന്ന ഒരു ലൈഫ് കവറും ഇതോടൊപ്പം കിട്ടും. പിന്നെ ഇവരുടെ ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 7 വർഷങ്ങളിൽ 20% മുകളിൽ ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇവിടെ വെറും 10 രൂപയാണ് NAV. പ്രവാസികൾക്കൊക്കെ പ്രതിമാസം 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് അനുസരിച്ച് 2 കോടി രൂപ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുന്ന ഒരു സ്കോഡ സ്ലാവിയ ഓണറിനാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സ്കോഡ സ്ലാവിയയുടെ പുതിയ മോഡൽ വന്നപ്പോൾ അതിൻ്റെ ഒരു വോക്ക് അറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം. പേര് ആദിൽ. എന്ത് ചെയ്യുന്നു അതിൽ? ഞാൻ കുറച്ച് സിനിമ ശ്രമങ്ങളാണ്. ശരി. സംവിധാനം, സ്ക്രിപ്റ്റ്? സംവിധാനം സ്ക്രിപ്റ്റാണ്. ശരി. ശ്രമങ്ങളാണ്. അല്ല, ശ്രമിച്ചാലേ എത്താൻ പറ്റൂ അല്ലേ? അപ്പോൾ എത്ര കാലമായി സ്ലാവിയ എടുത്തിട്ട്? ഞാനിപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേന്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പുതിയ സ്ലാവിയയുടെ വീഡിയോ കണ്ടിരുന്നോ? കണ്ടു. സങ്കടം വന്നോ? അതോ ചെറുതായിട്ട് ഇന്റീരിയർ കണ്ടപ്പോൾ ചെറിയ സങ്കടം തോന്നി. മറ്റേ ഡിസൈൻ എനിക്ക് പഴയ ഡിസൈനാണ്. എനിക്കും പഴയ തന്നെയായിരുന്നു, അഗ്രസീവ് ലുക്കുള്ളത്. ഇത് മോണ്ടിക്കാറിലാണ്. മോണ്ടിക്കാറിൽ ഞാൻ വെയിറ്റ് ചെയ്തെടുത്താണ്. മോണ്ടിക്കാറിൽ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മോണ്ടിക്കാറിൽ എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും എക്സ്റ്റീരിയറും ഇന്റീരിയറും. ഏറ്റവും ഭംഗിയുള്ള ഒരു മോഡലാണ്. നമ്മൾ ആ വോക്ക് അറൗണ്ടിൽ ഏറ്റവും പുതിയ സ്ലാവിയുടെയും ഇത് കാണിച്ചിരുന്നു, മോണ്ടിക്കാളോ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഏതുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്? ഞാൻ പോളോ GT TSI ആയിരുന്നു. ഒരു ക്വിക്ക് കമ്പാരിസൺ വന്നാൽ ഏതാ ഇഷ്ടം? പോളോ ആണല്ലേ? എന്താ ആ ഒരു ഇഷ്ടത്തിന് കാരണം? എന്നുവെച്ചാൽ പോളോ തരുന്നൊരു ഇപ്പോൾ ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തല്ല, ഹൈവേയിൽ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന, ഇപ്പം നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് വണ്ടി എത്താന്ന് പറയില്ല, അത് പോളോ നമുക്ക് അപ്പോൾ തന്നെ തരും ഒരു കോൺഫിഡൻസ് അല്ലേ. ഇത് ഇപ്പൊ ഇതെടുക്കാനുള്ള റീസണാണ്, ഞാൻ പോളോ കൊടുക്കാനുള്ള റീസണും ഇതെടുക്കാനുള്ള റീസണും എന്ന് വെച്ചാൽ എനിക്കൊരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബൂട്ട് സ്പേസ് അധികം വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. കാരണം സ്ട്രോളർ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരൊറ്റ റീസണിലാണ് ഞാൻ പോളോ കൊടുത്തത്. അപ്പോൾ ഞാൻ വീട്ടസ് ചിന്തിച്ചിരുന്നു. കാരണം ഓഫ് കോഴ്സ് ഫോക്സ് വാഗൺ ഫാമിലി എന്നുള്ളതിൽ വീട്ടസ് പോയപ്പോൾ ഞാൻ രണ്ടും ഒരേ സമയം തന്നെ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇതിന്റെ സസ്പെൻഷൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു പ്രായമാകുന്നത് വരെ ബാക്കിലാണ് ഇരുത്തേണ്ടത്. അപ്പോൾ ബേബി സീറ്റും എല്ലാം കൂടി നോക്കുമ്പോൾ സസ്പെൻഷൻ എന്നുള്ള ഒരൊറ്റ റീസൺ അതുകൊണ്ടായിരുന്നു ഞാൻ സ്ലാവിയ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ വീട്ടസ് എന്നുള്ളതിലേക്ക്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം പോളോ ഇതുമെല്ലാം ഒറ്റ ഫാമിലിയിൽ പെടുന്ന വണ്ടികളാണ്, എല്ലാം ജർമ്മൻ വണ്ടികളാണ്. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് പോലും ഈ ഹൈവേയിലെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ അതിനാണ് കൂടുതൽ തോന്നുന്നത്. ഫോക്സ് വാഗനാണ് ഹൈവേയിലെ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി. എനിക്ക് വേണം അതിന്റെ സസ്പെൻഷനിൽ ഇതിൽ അവർ പറയുന്നുണ്ട്, അതിൽ മറ്റൊരു സസ്പെൻഷൻ അഡീഷണൽ, എനിക്ക് അതിന്റെ വാക്യം മറന്നുപോയി, മറ്റേ റീബൗണ്ട് ആണോ? അല്ല, നമ്മളിപ്പോ ഈ മറ്റേ സ്റ്റെബിലൈസേഷൻ എന്തോ ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഗട്ടർ ചാടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ തന്നെ ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും, ഇതില് ടക്ക് എന്ന് പറഞ്ഞാൽ പതുക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുക. ഒരൊറ്റ റീസൺ, ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ തോന്നിയത്. എന്നിട്ട് ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സ്ലാവിയെ പറ്റിയുള്ള അഭിപ്രായം? സ്ലാവിയ ഓഫ്കോഴ്സ് എൻജിൻ അടിപൊളിയായതുകൊണ്ട് എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പോളോയിൽ നിന്ന് വന്ന് ഓടിക്കുന്നതിലും കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി തന്നെയാണ്. പക്ഷെ ഇൻഫോർടൈൻമെന്റ് ഇച്ചിരി പ്രശ്നമാണ്. ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷെ മാറ്റമൊന്നുമില്ല. അത് പിന്നെ എന്താ പറയുക, സൗണ്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വോളിയം കൂട്ടിയാലേ നമുക്ക് അതിൻ്റെ ഒരു എൻജോയ് ചെയ്യുന്നൊരു ഇതിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ സർവീസ് സെന്ററിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇൻഫോർടൈൻമെന്റ് പറഞ്ഞപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇതും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഇതും ഇങ്ങനെയാണെന്നുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്. ഡിസ്കിന്റെ അവിടെ നിന്ന് സൗണ്ട് വരുന്ന, ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ
രഹസ്യമായിട്ട് അതും അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, അത് അങ്ങനെയാണ്. പിന്നെ കുഴപ്പമില്ല, ഇനിയൊന്നും ചെയ്യാനില്ല. അടുത്ത വീട്ടിലും കറണ്ട് പോയെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ പിന്നെ വെന്റിലേറ്റഡ് സീറ്റുകൾ, അത് വെന്റിലേറ്റഡ് സീറ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു പേരിന് കൊടുത്ത പോലെ ആയിപ്പോയി എനിക്ക് തോന്നിയത്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചൂട് തന്നെയാണ്. ഞാനിടയ്ക്ക് വിചാരിച്ചു എൻ്റെ ഡ്രസ്സിൻ്റെ ആണോ, ഞാൻ ജീൻസ് വല്ലതാണോ എന്നിട്ട് ഞാൻ മാറ്റിയിട്ട് കോട്ടൺ ലിനൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ. അപ്പം അതും മനസ്സിലായി, അതും അങ്ങനെയാണ്. എഞ്ചിൻ മാത്രമേ തണുപ്പ് വരുന്നില്ല. ഇല്ല, അത് എ സിക്ക് ഉണ്ടാ പ്രശ്നം. എ സി ഇപ്പൊ ഞാൻ പോളോ യൂസ് ചെയ്തതിൽ നിന്നും വേറെ വണ്ടികൾ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പൊ i20 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ i20 നമ്മൾ കേറിയ പെട്ടെന്ന് കൂളാം. ഈവൻ സ്വിഫ്റ്റ് ആണെങ്കിലും അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് നമ്മൾ സ്കോഡയുടെ വണ്ടി നമ്മൾ കയറി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് കൂളിംഗ് ഇല്ല. ഞാൻ നോക്കിയപ്പോൾ സ്കോഡയുടെ മറ്റേ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ആ പ്രോബ്ലം ഒരു സോൾവ് ചെയ്തു എന്ന് പറഞ്ഞ് കണ്ടിരുന്നു ഞാൻ. ബൈച്ചേട്ടൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ സ്ലാവിയ മാറിയാന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ സ്ലാവിയ ഇപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ എ സിയുടെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പറയണം. കാരണം ഈ പറഞ്ഞല്ല കുഷാക്കിൽ അത് മാറ്റി എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് കമ്പനി അംഗീകരിച്ചിരുന്നു. അത് സ്ലാവിയയിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയാം. എന്നാലും ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കും ഈ സ്ക്രീനൊക്കെ കുറച്ചുകൂടി വലുതായി. അതെ, അപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ ബാക്ക് സീറ്റിൽ ഇപ്പോൾ മസാജർ വന്നു, അത് വന്നു അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വലിയൊരു സീറ്റിൻ്റെ അവസ്ഥയാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ കണ്ടു ബാക്കി മൊത്തം സർവീസ്, നമ്മളെപ്പോഴും ഈ സ്കോഡയുടെ കാര്യത്തിലൊക്കെ ഒരു പേടി സർവീസാണ്. സർവീസ് വണ്ടി എടുക്കുമ്പോൾ 4 സർവീസ് ഫ്രീ ആണെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ചോദിച്ചത്, ഈ 4 സർവീസ് ഓൾറെഡി ഞാനിപ്പോൾ ഒരു 4 ഇയേഴ്സിനുള്ള പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 സർവീസ് എനിക്കതൊന്ന് ക്ലാരിറ്റി കിട്ടണമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പുതിയൊരു പരിപാടി കൊണ്ടുവന്നുണ്ട്, 1000 കിലോമീറ്ററിൽ സർവീസ്. സംഭവം ചെക്കപ്പാണ്, സർവീസ്. അപ്പോൾ അത് ഫ്രീ ആണ്. അതാണ് ഈ 4 ഫ്രീ സർവീസ് എന്ന് പറയുന്നത്. അടുത്തത് 7000-ലാണ്. 7000 നമ്മൾ വീണ്ടും കൊണ്ടുപോകണം. നമ്മൾ കൊണ്ടുപോയി വീണ്ടും ഒരു ചെക്കപ്പ് ചെയ്യും, പേര് സർവീസ്. 2 സർവീസ് കഴിഞ്ഞു ഫ്രീ. ഇപ്പം എൻ്റെ 7000-ന്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതുണ്ട്, അടുത്തിന് എൻ്റെ പാക്കേജും ഉണ്ട്. അപ്പം ഇനി അതെന്താണെന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യട്ടെ. അപ്പോൾ ശരിക്കും 15,000-ലാണ് എൻ്റെ സർവീസ് അല്ലേ? ഫോക്സ് വാഗൻ എല്ലാ സ്കോഡയും എല്ലാം 15,000 ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 4 ഫ്രീ സർവീസ് 2 തീർക്കാൻ വേണ്ടി ഒരു 1000-ൽ ഒരു 7,000 കൂടി ആക്കിയപ്പോൾ അത് ഓക്കെ, ഖത്തം, പരിപാടി ഓക്കെ, സെറ്റാണ്. അങ്ങനെ ഒരു ഇതിലാണ്. ശരി. സ്കോഡയുടെ കാര്യത്തിൽ പണ്ടൊക്കെ നമ്മുടെ പേടി ഈ സർവീസ് കോസ്റ്റും സർവീസിൻ്റെ ഇഷ്യൂസൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ സാധാരണക്കാരൊക്കെ എടുത്തു തുടങ്ങിയ സ്കോഡ. വീണ്ടും ഇത്തരത്തിലുള്ള അല്ലേ മാറ്റം അത് പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ ഈ സ്കോഡ ഫോക്സ് വാഗൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു പ്രീമിയം കാറിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മൾ മാനസികമായും സാമ്പത്തികമായും എല്ലാം പണി പഠിച്ചു വരുന്നത് ഇതിൽ നിന്നാണ്. പിന്നെയാണ് നമ്മളതിലേക്ക്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ വീണ്ടും ഇവരെ ഇതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാണ്. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ മറ്റേ 95 പെട്രോൾ അടിക്കുന്നത്. സിറ്റിയിലും ഈ സ്ക്രീനിൽ കാണിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല. സ്ക്രീനിൽ 6-7 ഒക്കെയാണ് കാണിക്കണ. പിന്നെ ഹൈവേ പോകുമ്പോൾ 12 മാക്സിമം. പിന്നെ അങ്ങനെ ചവിട്ടി പിടിച്ച് ഓടിക്കല് ഇല്ല. കുട്ടിയൊക്കെ ആയിട്ട് പോണ കാരണം എങ്ങനെ പോയാലും ഒരു 80 ആ ഒരു ഇത് പിടിച്ചിട്ടാ പോവാറ്. മൈലേജ് ഡ്രോപ്പ് ഉണ്ട്. മൈലേജ് ഡ്രോപ്പ് ഫസ്റ്റ് സർവീസ് ഒക്കെ ഒരു 15,000 കഴിയുമ്പോൾ കുറച്ചുകൂടെ കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു. പെട്രോളിന്റെ പെട്രോളിന്റെ ഇഷ്യൂ അതാണ്. E20 ആണ് ഈ പറഞ്ഞു വരുന്നത്. E20 പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷ്യൂ ഉണ്ട്. എന്റെ ബ്രദറിലോ മാരുതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്വിഫ്റ്റ് സർവീസ് കഴിഞ്ഞ് പോയപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്ത് പരിപാടിയാണ്, സർവീസ് കഴിഞ്ഞപ്പോൾ മൈലേജ് 7 8 എന്നും പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ആ പ്രശ്നം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അത് ഇതിലും ബാധിക്കണം. ഞാൻ 95 ആണ് അടിക്കണത്, എന്നാലും 95-ലും 14-15% എത്തനോൾ വരുന്നുണ്ട്. പിന്നെ മറ്റേ 100-ലേക്ക് പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും അത് ഈ എഞ്ചിന് ആവശ്യമില്ലല്ലോ. എന്തായാലും ആ ഇഷ്യൂ എല്ലാവർക്കും ഉണ്ട്. അത് ഈ പറഞ്ഞ എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാനല്ലേ പറ്റുമല്ല. ഇപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ കുറേ പോരായ്മ പറഞ്ഞു. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഇതിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് തരുന്ന ഒരു ഫീല്, ഡ്രൈവിംഗ് ഫീല്. ഇപ്പം ഞാൻ പോളോ മാറ്റിയിട്ട് എടുക്കാൻ നേരത്ത് ഞാൻ വേറെ ഒരുപാട് വണ്ടിയിലേക്ക് പോയി. ഞാൻ ബ്രാൻഡുകൾ പറയുന്നില്ല. അത് പോയ സമയത്തൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. എനിക്കിത് കയറി സ്റ്റിയറിങ് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ പണ്ട് മറ്റൊരു സിനിമ പൂക്കാലം സിനിമയിൽ വിനീത് ശ്രീനിവാസൻ മറ്റേ സീറ്റിലിരിക്കുമ്പോൾ ജഡ്ജായി മാറുന്നു പറയണ പോലെ ഇതിൽ ഇത് സീറ്റിലിരുന്ന് പിടിക്കുമ്പോൾ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്, ഒരു ഹാപ്പിനെസ് അതെനിക്ക് വേറെ വണ്ടിയിൽ കിട്ടുന്നില്ല. അത് ഞാൻ വണ്ടി ഓടിച്ച് ശീലിച്ചാൽ പിന്നെ കിട്ടില്ല. ഞാൻ എനിക്കപ്പം ഒരു വണ്ടി ഇറങ്ങി ഭയങ്കര ഹിറ്റായി, ടെസ്റ്റ് ഡ്രൈവ് പോലും കിട്ടാണ്ടിരുന്നപ്പം അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ഡ്രൈവ് വന്ന് എനിക്ക് ഇവരോട് പറയാൻ ഭയങ്കര വിഷമം, എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്നുള്ളത്. ലാസ്റ്റ് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു
എനിക്ക് എൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ വണ്ടിയുടെയും പ്രശ്നമല്ല, നിങ്ങളുടെയും പ്രശ്നമല്ല. എനിക്ക് ആ പോളോ ഓടിച്ചിട്ട് എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പോളോയിൽ നിന്ന് വന്നപ്പോൾ പോളോയെ പോലെ ആവുന്നില്ലെങ്കിലും ഹാപ്പിയാണ്. നമ്മൾ ഈ ഇപ്പം ജർമ്മൻ അല്ല കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് വണ്ടികളൊക്കെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അതിലേക്ക് പോകുന്നത്. പക്ഷേ ജർമ്മൻ വണ്ടികൾ ഓടിച്ച് ശീലിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു സ്റ്റേർഡിനെസ്സും ഒക്കെ. അല്ല, ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ഇതിൻ്റെ ഒത്ത് പറഞ്ഞെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനതൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ മൈലേജിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ഒരിക്കലും മൈലേജ് നോക്കി എടുക്കുന്നതല്ല. ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് മൈലേജിനെ കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്ക് നമ്മളുടെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് കിട്ടണം, അത് മാത്രമായിരിക്കും. അപ്പൊ ആ ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ പറയാ, ബോണസാണ്. നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പോരായ്മകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി നമ്മളങ്ങനെ ഇതായിട്ട് പോകും. അതുപോലെ EV-കൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു. ഞാൻ മറ്റേ C40 ലോഞ്ച് ആയ സമയത്ത് ഞാൻ പറയാം, എൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ കൂടെ അവരിൽ ഒരു XC60 ആയിരുന്നു. അപ്പൊ ഞങ്ങളതിൽ ഇങ്ങനെ കറക്കമുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ മറ്റേ ചാക്കോളാസിൽ വെച്ചിട്ട് ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ അന്ന് പോയപ്പോൾ ഓടിച്ചു. ഓടിക്കാനൊക്കെ ഭയങ്കര രസമാണ്, പക്ഷെ എനിക്ക് താല്പര്യമില്ല. ജീവനില്ല. അല്ല, ഞാൻ ഫോൺ തന്നെ 80% അപ്പം തന്നെ ഞാൻ കുത്തിയിടും. ഞാൻ EV വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ അയ്യോ എവിടെയെന്ന് തപ്പേണ്ടി വരും. അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കുറേ കാലം ഇത് ഉപയോഗിക്കാൻ തന്നെയാണുള്ള പരിപാടി. ഇപ്പോൾ എടുത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ ആ ചോദ്യത്തിൽ പ്രസക്തി. ഒരു 5 വർഷത്തിലാണ് മാറ്റുന്ന പരിപാടി ഉള്ളത്. അപ്പോൾ സ്കോഡ എന്തായാലും ഈ 1000-ന്റെ 7000-ന്റെ സർവീസിൻ്റെ കാര്യത്തിൽ ഒന്ന് പുനരാലോചിക്കണം. കാരണം വളരെ സ്നേഹിച്ച് വണ്ടി എടുക്കുന്നവരെ പെട്ടെന്ന് ഇത്തരം മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മളിപ്പോൾ ആദ്യം ഒരു സ്ലാവിയ ഓണറിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, പുതിയ സ്ലാവിയ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തത്, അപ്പോൾ ഒരു സങ്കടം തോന്നിയോന്ന് ചോദിച്ചു. അതേപോലെ തന്നെ BE6-ന്റെ കാര്യത്തിലും നമ്മൾ ഏറ്റവും പുതിയ സ്പോർട്ടെക് എഡിഷൻ നമ്മൾ വോക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതേ ചോദ്യം തന്നെ ചോദിച്ച് തുടങ്ങാൻ തോന്നുന്നു. അതിന് പേരെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? നമസ്കാരം, പേര് ഇൻസാൻ. പ്രയാഗ. അപ്പോൾ BE6 കണ്ടോ? നമ്മുടെ സ്പോർട്ടെക് കണ്ടു. സങ്കടം വന്നോ അതോ സന്തോഷം വന്നോ? എന്താ സംഭവിച്ചത്? മിക്സ്ഡ് ആണ്, മിക്സ്ഡ് ഇമോഷൻസ്. ഇന്റീരിയർ പുതിയ ട്രിം വന്നേക്കുന്നത് ഇഷ്ടമായി. പിന്നെ ട്രിപ്പിൾ സ്ക്രീൻ വന്നത് കൊള്ളാം. ബട്ട് പേഴ്സണലി ആ ഡിവൈഡർ ഉള്ളതായിരുന്നു എനിക്കിഷ്ടം. ആണല്ലേ? പുള്ളിക്കാരിക്ക് പിന്നെ പേഴ്സണൽ സ്ക്രീൻ ഒക്കെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് ആ ഡിവൈഡർ ഉള്ളത് ഇഷ്ടമായിരുന്നു. അതൊരു വെറൈറ്റി ആയിരുന്നു അല്ലേ? ഇതുവരെ കാണാത്ത ഒരു സാധനം. ചില സ്പോർട്സ് കാറിന്റെ ഒക്കെ അല്ലെ റേസ് കാറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. എന്താ ചെയ്യുന്നത്? ഇൻസാൻ എന്നാണോ? എന്ത് ചെയ്യുന്നു? എനിക്ക് AI മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓൺ ചെയ്യുന്നത് AI മാർക്കറ്റിംഗ്. അപ്പോൾ പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ AI ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആളാ. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. അപ്പം എത്ര ആളായി BE6 എടുത്തിട്ട്? നമ്മളിപ്പോൾ എടുത്തിട്ട് 10 മാസമാകും. എന്തുകൊണ്ട് BE6? ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്കിലാണ്. ഫസ്റ്റ് റിവ്യൂ വന്ന വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പം കാർ വാങ്ങിക്കാനുള്ള ഐഡിയ ഇല്ല, അപ്പൊ തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ EV ആദ്യമായിട്ട് ഉപയോഗിക്കല്ലേ? EV ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് കാർ. അപ്പൊ EV-യിലേക്ക് ആദ്യമുണ്ട് പലരും ഇപ്പം മറ്റു വണ്ടികൾ ഉപയോഗിക്കുന്ന EV-യിലേക്ക് വരുന്നത്. EV തന്നെ മതി എന്നങ്ങ് തീരുമാനിക്കായിരുന്നു. അപ്പൊ അതിന്റെ ആശങ്കകളൊന്നും ഇല്ലായിരുന്നു? റേഞ്ച് ആങ്സൈറ്റി അതിങ്ങനെ കുറെ നെഗറ്റീവ്സ് കേൾക്കുമല്ലോ ഇതിനെപ്പറ്റി. നമ്മളും അത്യാവശ്യം കുറെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ് വെഹിക്കിൾസിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എന്താണെങ്കിലും ഉണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലൊക്കെ 2 കാറുകളുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു EV ഇപ്പോൾ കൂടുതലും ആക്സസിബിളും ആണ്, കംഫർട്ടബിളും ആയി തുടങ്ങി എല്ലാവരും. ഇപ്പൊ വീട്ടിൽ തന്നെ ചാർജിങ് എല്ലാ ഓപ്ഷൻസും എല്ലാം വന്നു തുടങ്ങിയപ്പോഴത്തേനും EV തന്നെയാണ് നല്ല ബെറ്റർ ഓപ്ഷൻ തോന്നുന്നു. അല്ല, അപ്പൊ എന്നിട്ട് ഇപ്പോഴും അത് തന്നെയാണോ? ആ ഒരു ഇത് തന്നെയാണോ ഐസിനേക്കാളും ബെറ്റർ ഇതെന്നൊരു പ്രിഫറൻസ് ആണ്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സോസ്റ്റ് നോട്ടൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു പ്യുവർ ഐസ് എഞ്ചിൻ ഓടിക്കുന്ന വണ്ടിയുടെ ഒരു ഫീൽ കിട്ടത്തില്ലോ. ബട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുന്ന വണ്ടികളിൽ 282 to 86 ഹോഴ്സ് പവർ ഉള്ള വണ്ടി ആക്ച്വലി എപ്പോഴാണ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് ടൈം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത പിന്നെ ആക്സലറേഷൻ ഒക്കെ കണ്ടപ്പോഴത്തേക്കും
വീണു. വീട് വേറൊരു ഐസ് വണ്ടിയും ആ പ്രൈസ് റേഞ്ചിൽ ഇല്ല. ആ ഒരു ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന. പിന്നെ ഇതിന് മുൻപ് ഐസ് വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള ആളല്ല, ഫസ്റ്റ് കാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയല്ല, ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഫസ്റ്റ്. പിന്നെ അതിനു മുൻപ് ചെയ്തിരുന്നത് സിം റേസിംഗ് ആണ്. അപ്പൊ അതിന്റെ അതേപോലെയൊക്കെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് പോലെയൊക്കെ വന്ന്, അപ്പൊ ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. സിം റേസിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു വെഹിക്കിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആ മൂഡിലൊക്കെ ഇത് ഈസിയറായിട്ട് അങ്ങനെ ഒത്തുവന്ന്. അപ്പൊ നയനി നോക്കിയിരുന്നു അതിന്റെ കൂടെ, അതോ ഇത് കണ്ട ഇത് തന്നെ അങ്ങ് വീണു? ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു രണ്ടും. അത് ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു ഇതായിരുന്നു. എനിക്ക് കാണാൻ XC9 ഇത് തന്നെയാണ് ഇഷ്ടം. കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മക്ക് അയച്ചു കൊടുത്തു, സ്ക്രീൻഷോട്ട് എടുത്ത് അത് അയച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോ? അമ്മക്ക് ഇഷ്ടം, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇത്രയും കാലം ഓടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ആ ഇഷ്ടം നിലനിൽക്കുന്നുണ്ടോ? അതെ അതെ, absolutely. എല്ലാ തരത്തിലും ഒരു നെഗറ്റീവും പറയാനില്ല. നെഗറ്റീവ്സ് ഉണ്ടോന്ന് വെച്ചാൽ obviously ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ഉള്ള കാര്യം, ഞാൻ വെരി വെരി റയർലി മാത്രമേ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. എനിക്ക് വലിയ വണ്ടി ഓടിക്കുന്നതിൽ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ അതന്നെ 360 ക്യാം ഇല്ലാത്തത് ഉണ്ടായിരുന്നെങ്കിൽ വലിയ വണ്ടി ആയതുകൊണ്ട് അത് കുറച്ചുകൂടി നല്ലൊരു ഫീച്ചറായിട്ട് ആഡ് ചെയ്യായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഫാമിലി ഒക്കെ ഇരിക്കുമ്പോൾ പുറകിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ലെഗ് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ്. ഈ ബാക്കിൽ കയറുമ്പോ അല്പം കുനിഞ്ഞു കയറണം, അമ്പലത്തിൽ കയറുന്ന പോലെ. പിന്നെ അത്ര ഹൈറ്റ് ഉള്ളവരാരും നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് പുറകിൽ കയറാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ മാക്സിമം ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വണ്ടിയിൽ പോകുന്നത്. അപ്പൊ പിന്നെ പുറകിലത്തത് ഇതില്ല. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് കാര്യത്തിൽ എന്താണ് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളെന്നൊക്കെ എന്താണ് നെഗറ്റീവ് പറയാനുള്ളത്? ഓടിക്കുന്നതിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടം. ഐ എം അഡിക്റ്റഡ് ടു ഇറ്റ്. ലൈക്ക് എപ്പോൾ ഓടിക്കാൻ പറഞ്ഞാലും ഞാൻ ഓടിച്ചു വരും. ഇപ്പൊ തന്നെ നമ്മൾ വന്നപ്പോ 1-2 പ്രാവശ്യം സ്റ്റക്കായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ചെളിയിലൊക്കെ. പക്ഷെ എന്നാലും ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എനിക്ക് 390 ആണ് ബൈക്ക്. അപ്പൊ ത്രില്ല് പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കോർണറിങ്ങും എനിക്ക് എല്ലാം ഇഷ്ടം. എനിക്ക് പൊതുവെ ഹാൻഡ്ലിങ്ങും എല്ലാം ഇഷ്ടമാണ്. ബിക്കോസ് എന്തെങ്കിലും ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും ഭാഗ്യം കൊണ്ട് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ അപ്ഡേറ്റ്സ് ഒക്കെ 1-2 പുഷ് ആയിട്ടുണ്ട്. അപ്പൊ എവറിഡേ മോഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പവർ കുറച്ചിട്ടുണ്ട് അവര്. OT അപ്ഡേറ്റിലും അല്ലാണ്ട് ഇപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ വന്നൊരു അപ്ഡേറ്റിൽ ഡ്രൈവിംഗ് മോഡ്സ് എല്ലാം കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. ആദ്യം കിട്ടിയപ്പോൾ വണ്ടി ഭയങ്കര റോ ആയിട്ടായിട്ട് ഡ്രൈവിംഗ് മോഡ്സ് ഒന്നും കംപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ മറ്റേ സ്പീക്കറിന്റെ പുറത്തുള്ള സ്പീക്കറില്ല, അതൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യം വന്നപ്പോൾ. ആദ്യത്തെ അപ്ഡേറ്റ് ഫസ്റ്റ് സർവീസിൽ അവർ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് ശബ്ദം ഉണ്ടാക്കി പോവുക, എക്സ്റ്റീരിയർ സൗണ്ട് സ്പീക്കർ ഇടാന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമുള്ളൊരു ആളാണ്. എന്റെ വണ്ടി ഞാൻ വരുന്ന ശബ്ദം കേട്ടായിരുന്നോ? ഒരു മേക്ക് ബിലീഫ് ഉണ്ടല്ലോ അതിനകത്ത്. അതെ. റേഞ്ച് എങ്ങനെയുണ്ട്? റേഞ്ച് ഓൺ ആൻ ആവറേജ് 507 കിട്ടുന്നുണ്ട്. അതായത് ചാർജ് സൈക്കിൾസ് 25 ചെയ്തേക്കുന്നത്. 12,600 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 507 ഓൺ ആൻ ആവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ മാക്സിമം കിട്ടിയേക്കുന്നത് 602. അതും പുഷ് ചെയ്ത് ട്രൈ ചെയ്തതാ. ഇത്തവണ ഞാൻ 600 അടിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് അത് ഡോക്യുമെന്റ് ചെയ്ത് അങ്ങനെ. അതിനെന്താ ചെയ്തത്? അത് കണ്ടോണ്ടിരിക്കുന്ന ഏറ്റവും പ്രയോജനമുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇത് ഒട്ടും അഡ്വൈസബിൾ അല്ല, ഞാൻ ആദ്യമേ പറയാണ്. നിങ്ങൾ വീട്ടിൽ ഇത് പരീക്ഷിക്കരുത്. അതെ അതെ, വീട്ടിൽ പരീക്ഷിക്കരുത്. റീജൻ മോഡ് ഓഫ് ചെയ്തിട്ടാണ്. അപ്പൊ ഫ്ലോർ ചെയ്യുമ്പോൾ തന്നെ ഒഴുകുമല്ലോ വണ്ടി. ആ ഇനേഷ്യ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്സിലേറ്റർ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എവറി ടൈം ഒന്ന് ഫ്ലോർ ചെയ്ത് 20% പവർ അപ്ലൈ ചെയ്യുക, എന്നിട്ട് വിടുക. ട്രാഫിക്കിലാണെങ്കിൽ ഒത്തിരി ബ്രേക്സ് ഉപയോഗിക്കേണ്ടി വരും. ബ്രേക്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡായിരിക്കും ഉപയോഗിക്കുന്നത്. മറ്റേന്ന് പറയുമ്പോൾ റീജൻ ബ്രേക്കിംഗ് ആണ്. സോ റീജൻ ബ്രേക്കിംഗ് ആണ് ഓൾവേസ് ബെറ്റർ, ബ്രേക്ക് പാഡ് തേച്ച് കളയുന്നതിൽ നല്ലത്. അതുകൊണ്ട് ആ ഒരു ടൈം എളുപ്പമുള്ള കാര്യമല്ല എല്ലാവർക്കും. സിറ്റി ഡ്രൈവിലാണ് അത് അങ്ങനെ ഒരു എയിം ഇട്ടിടാ നമുക്ക് 600 അടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം എന്നുള്ളൊരു അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാറ്. ഒരു പ്രാവശ്യം 580s ഒക്കെ എത്തുന്നുണ്ട്. 580s ഒക്കെ സ്ഥിരമായിട്ട് എത്തുമായിരുന്നു ആദ്യം എടുത്ത സമയത്ത്. പിന്നെ ഇപ്പൊ ഫുൾ സിറ്റി ഡ്രൈവാ കുറച്ച് നാളായിട്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫുൾ ഇവിടെ തന്നെ തിരക്ക്. ലോങ് ഡ്രൈവ്സ് ഒന്നും പോകാൻ അധികം സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ചാർജ് ചെയ്യുന്ന വീട്ടിൽ തന്നെയാണോ അധികം? അല്ല, ചാർജ് ചെയ്യുന്ന ഫുള്ള് സ്റ്റേഷൻസ് ചാർജ് ചെയ്തേക്കുന്നത്. എത്ര നേരം എടുക്കാറുണ്ട് പൊതുവെ? അത് ഡിപ്പെൻഡ്സ് ചാർജർ അനുസരിച്ചിരിക്കും.
ഒരു 45 kW ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ നിന്ന് ചാർജ് ചെയ്യാറുണ്ട് എയർപോർട്ടിൽ. അപ്പോൾ 2 hours ഒക്കെ എടുക്കും. പിന്നെ 60 kW ആണെങ്കിൽ 1.5 മണിക്കൂർ. 90 kW 180 നോക്കിയിട്ടുണ്ടോ പ്രാവശ്യം. അതില് ഫോർ സം റീസൺ 120 kW പുൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ടുക്ക് അറൌണ്ട് ലൈക്ക് ഹാഫ് ആൻ അവർ. അത് 0 എന്നല്ലായിരുന്നു, 20% ചാർജിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കാറുണ്ടോ? ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തെങ്കിലും? ഇല്ല, ഭാഗ്യത്തിന് ഇതുവരെ സോഫ്റ്റ്വെയർ ബഗ്സ് ഒന്നും കിട്ടിയില്ല. ആക്റ്റീവ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ആക്റ്റീവിൽ അത്രയും ടെക്നിക്കൽ ഫീച്ചേഴ്സും ഒന്നുമില്ലല്ലോ. കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നത് 360 ക്യാമറ ഒറ്റ ഒരു ഇതാണ്. അതുപോലെ അതിന് പ്രയോഗിക്കും മറ്റേ മൂന്നാമത്തെ സ്ക്രീനും മിസ് ചെയ്യുന്നുണ്ടാവും. എന്നാലും പാക്ക് 3 വരുമ്പോ എനിക്ക് കുറച്ച് ഓവർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതിന് കുറച്ചുകൂടെ ഒരു മിനിമലിസം പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് സ്ലീക്കാണ്. അങ്ങനെ ആദ്യം പാക്ക് 3 ആയിരുന്നു വിചാരിച്ചിരുന്നത്, കാരണം അതല്ലേ ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ ഇത്, പിന്നെ കാണുമ്പോ കുറച്ച് ഓവറാണോ. അപ്പൊ ഈ EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിനുള്ള അഡ്വൈസ് എന്താ? വാങ്ങിച്ചോളാനാണോ അതോ വെയിറ്റ് ചെയ്യണം എന്നാണോ? എന്താണ് നിങ്ങൾ ഇത്ര കാലം ഉപയോഗിച്ചപ്പോൾ അഡ്വൈസ്? പെട്രോളിലേക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആബ്സല്യൂട്ട്ലി EV വാങ്ങിക്കാനുള്ള ഒരു അഡ്വൈസ് തന്നെ ആയിരിക്കും അറ്റ് ദിസ് പോയിന്റ്. ബിക്കോസ് പെട്രോൾ മായം കലർത്തിയ പെട്രോളാണല്ലോ വരുന്നത്. മായം കലർത്തി എന്ന് പറഞ്ഞത് എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ലൈക്ക് E20. അത് പിന്നെ എനിക്കൊന്ന് സ്വന്തം വീട്ടിൽ ചാർജ് ചെയ്യാനും കൂടി ഓപ്ഷൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആണ്, കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും എല്ലാ കാര്യവും. പിന്നെ എല്ലാവർക്കും നല്ലോണം ഡ്രൈവ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഒബ്വിയസ്ലി EVക്ക് പോകുന്നതന്നെ. പിന്നെ അതാണ്, പിന്നെ ഫ്യൂച്ചർ ആണല്ലോ. ഇപ്പൊ എറണാകുളത്ത് തന്നെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു ലാസ്റ്റ് 1 yearനകത്ത് നമ്മൾ എത്ര EVs കാണുന്നത്? മിക്കയിടത്ത് EVs ആയി. ഇപ്പൊ E20 പ്രശ്നം വന്നപ്പോൾ പലരും അതിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു EV കണ്ടിട്ട് അയ്യോ അത് മതിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാർക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് കർവ് EV ഇഷ്ടമാണ്. ഐ മീൻ അതിനും കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഡിസൈൻ ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒതുക്കൊണ്ട് തോന്നി. പുള്ളിക്കാരി എടുത്ത് പ്രതാപ് ബോസ് തന്നെ രണ്ടും ചെയ്തേക്കുന്നതാണ്. പക്ഷെ കർവ് EV ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇപ്പൊ സിയറ വന്നപ്പോ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷോറൂമിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാനൊരു കാർ എടുക്കുകയാണെങ്കിൽ സിയറ. പക്ഷെ ഇതിന്റെ തന്നെ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ എഡിഷൻസ് വന്നപ്പോ 2027 വരെ ഉണ്ടല്ലോ. നമുക്കിനി എന്തൊക്കെ വരാനിരിക്കുന്നു. EVയിൽ നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ബേസിക്സ് വരുന്നതിന്റെ കുറച്ച് മുന്നേ വരെ നമുക്ക് ഐഡിയ ഇല്ലല്ലോ. സോ ഐ തിങ്ക് ഇപ്പൊ ഡിസൈൻസിലും എല്ലാവരും നല്ല ശ്രദ്ധയും കൊടുക്കുന്നുണ്ട്. സോ എല്ലാം ഫൈൻ. ഈ ഒരു കാർ കാരണം ഡിസൈൻ എൻവലപ്പ് കാര്യമായിട്ട് പുഷായി മാർക്കറ്റിന്റെ. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. ബാക്കിയുള്ള കാറുകൾ വരുന്നതും ഗംഭീരമായിട്ടുണ്ട് കാണാൻ. നമ്മൾ ഇത് നമുക്ക് ഓടിക്കാൻ തരുന്നു ബോംബെ ടു കർജാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ഫ്രീഡം എഡിഷൻ എല്ലാം കൂടി. അപ്പൊ അതിങ്ങനെ എല്ലാം കൂടി ബോംബെ കൂടെ ഓടിപ്പോകുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു വേറെ ലോകത്ത് നിൽക്കുന്നല്ലോ തോന്നി. ഇതിന്റെ പല കളേഴ്സും പല ഈ രൂപമൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമായിരുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ EV വാങ്ങിക്കാൻ സമയമായി. പ്രത്യേകിച്ച് E20 ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്തായാലും സമയമായി. മായം കലർത്തിയെന്നാണ് ഇൻസാൻ പറഞ്ഞത്. അതായാലും നന്നായിട്ട് അതൊരു ഗംഭീര പ്രയോഗമായിരുന്നു. അപ്പോൾ കീപ് ഗോയിങ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വിളിക്കണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിനി പരിചയപ്പെടുന്നത് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഓണേഴ്സിനെയാണ്. ഇനി ഒരാളുണ്ട്, അദ്ദേഹം വരാതെ അവിടെ നിൽക്കുകയാണ്. ഇത്തിരി ചെറുതാണ്. അപ്പോൾ അവരെ പരിചയപ്പെടാം. നമസ്കാരം. പേര്? നമസ്കാരം, ജോംസ്. മോൻ്റെ പേര്? അലൻ. മോനെ? അലക്സ്, ആൽബർട്ട്. എല്ലാം ആലാണല്ലോ. ആൻസി. അലസ്റ്റർ. ഓക്കെ. അപ്പം ഇത്രയും വലിയ ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ്. എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇവരെന്നെ കണ്ടപ്പോഴേ ആദ്യം പറഞ്ഞത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനെപ്പറ്റി ഇതിൽ പറയണമെന്ന്. അപ്പോൾ അത് പറഞ്ഞങ്ങ് തുടങ്ങാം അല്ലേ? എന്താ പേര് യൂട്യൂബ് ചാനലിൽ? മല്ലു ഫൺസോ. എന്താണ് വിഷയം അതിൻ്റെ അകത്ത്? ശരി. അപ്പോൾ ഇത് കണ്ടവരൊക്കെ ഒന്ന് നോക്കണം, എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? ഞാൻ എൻ്റെ ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ പറഞ്ഞിട്ടില്ല. വേറെ ചാനലിനെ പറ്റി പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം 4 പേരൂടെ ആണോ ഒരുമിച്ച്? മറ്റേ ചെറിയ ആൾ ആയിട്ടില്ല, 3 പേരാണ്. മുഴുകന്മാരാണോ? അടിപൊളി. അപ്പോൾ എന്തായാലും അത് നോക്കണേ. അപ്പം വണ്ടിയെ പറ്റി എന്താ അഭിപ്രായം? അവരുടെ ഒരു അഭിപ്രായം കേൾക്കണ്ടത്. നല്ല വണ്ടിയാ, ഓടി കളിക്കാൻ സ്ഥലമുണ്ട് അല്ലേ നിങ്ങൾക്കൊക്കെ? ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ വണ്ടിയാ. ആണല്ലേ?
മിടുക്കന്മാരാ കേട്ടോ, ഇത് നമുക്ക് ഭീഷണിയാ. ആലോചിച്ചൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഫ്രീലാൻസറായിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. ROV സൂപ്പർവൈസർ. എല്ലാവരും അവിടെയാണോ, ഖത്തറിലാണോ? അല്ലല്ല, ഇവരെല്ലാം ഇവിടെ തന്നെ. എത്ര കാലം ഇപ്പം ഫോർച്യൂണർ എടുത്തിട്ട്? ഫോർച്യൂണർ 2023. ഈ ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ടൊയോട്ട ആയിരിക്കും വാങ്ങിക്കുന്നുള്ള ഒരു സംശയമില്ല അല്ലേ? GCC വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരു ആക്ച്വലി അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ ആദ്യം സ്വിഫ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഒരു ക്രിസ്റ്റ എടുത്തു. അത് കഴിഞ്ഞപ്പം പിന്നെ ഇതിലോട്ട് അങ്ങ് മാറിയെന്നേ ഉള്ളൂ. ഫാമിലി വലുതായപ്പോൾ 5 സീറ്റർ ഇപ്പൊ ഒരു കോമറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. വൈഫിന് വേണ്ടി മേടിച്ചിട്ട് ഇപ്പം ഞാനും പപ്പായാണ് അതിപ്പോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്താ ഉപയോഗിക്കാത്തത്? അല്ല, ഉപയോഗിക്കുന്നുണ്ട്, വൈഫ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു മൈലേജ് ഒക്കെ വെച്ചു ഇത്രയും വലിയ വണ്ടി മേടിച്ചിട്ട് മൈലേജിനെ കുറിച്ചൊക്കെ അറിയുന്നത് ശരിയല്ലെങ്കിലും നമ്മള് ലോക്കൽ ഓട്ടത്തിനും ട്രാഫിക്കിനും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ. അഡിക്റ്റ് ആണ് സാധനത്തിന്, ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ രക്ഷയില്ല. താമസം എവിടെ? ഇപ്പൊ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഓക്കെ, ശരി. അപ്പൊ ഇത് വാങ്ങിക്കുമ്പോൾ വേറെ ഒരു വണ്ടി നോക്കിയില്ല, നേരെ ഫോർച്യൂണർ വാങ്ങിക്കായിരുന്നു? ക്രിസ്റ്റൽ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പോൾ വീണ്ടും ടൊയോട്ട തന്നെ മതി തീരുമാനിച്ചു? ആണ്, ഒരു 7 സീറ്റർ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഇതാവണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര കാലം വാങ്ങിച്ചിട്ട്? ഇതൊരു 3 വർഷം. എന്താണ് ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനുണ്ടോ, അതോ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഒന്നും പറയാനില്ല നിലവിൽ. ആക്ച്വലി നമ്മൾ വണ്ടി എടുക്കുന്നു, ഓടിക്കുന്നു, പക്ഷെ അല്ല ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതുവരെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഈ ബാക്ക് സീറ്റ് ഇരിക്കുന്ന ഒരു ബോഡി റോളിനെ പറ്റി എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഹൈ റേഞ്ചിൽ നിന്നൊക്കെ ഓടി വരുമ്പോഴൊക്കെ ആ ഒരു പിള്ളേർ കുറവല്ലേ? കുറവാണ്, പക്ഷെ പിള്ളേർ ഓൾറെഡി അത് യൂസ്ഡ് ആയി ബാക്കിൽ ഇരുന്ന്. ഞാൻ ഓൾവേസ് വലിയ പ്രശ്നം ഉണ്ടാവില്ല, യൂസ്ഡ് ആയി, അതുകൊണ്ട് അവർ അതിനെ കുറിച്ചൊന്നും പറഞ്ഞു. കംഫർട്ടാണ്. പിന്നെ ആ ഒരു എന്താ സേഫ്റ്റി ഫീലും എല്ലാം ഒക്കെയാണ്. എത്ര കിലോമീറ്റർ ഓടിക്കണം 3 വർഷം കൊണ്ട്? ഇപ്പൊ 20,000 ഓടിയിട്ടുള്ളൂ. കോമറ്റ് വന്നോണ്ട് കോമറ്റ് അതിനെക്കാട്ടും മേളിലായി. എന്റെയൊക്കെ അതന്നെ അവസ്ഥ. കോമറ്റ് 2 വർഷം കൊണ്ട് 20,000 ആയി, ബാക്കിയൊക്കെ താഴെ നിൽക്കുന്നേ ഉള്ളൂ. കോമറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കോമറ്റ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവളുടെ ഡ്രൈവിംഗ് ഒന്ന് കൈ തെളിയാൻ പൊള്ളാച്ചി വരെ പോയായിരുന്നു. പക്ഷേ നമ്മുടെ Type 2 ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ചാർജറിന്റെ നമുക്ക് ഗോയിസിയുടെ ഷോബയിലുണ്ടായിരുന്നു. പിന്നെ വളരെ പിന്നെ പാലക്കാടാണ് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻഡ് ആയിട്ടേ പോകാൻ പറ്റൂ. പക്ഷെ ഈ ഒരു സേഫ്റ്റി ഫീൽ ഹൈവേയിൽ അത് തരില്ല, ടയർ സൈസ് ചെറുതായതുകൊണ്ടുള്ള ഒരു പ്രശ്നം അതിനുണ്ട്. പക്ഷെ മെയിൻലി നമുക്ക് ട്രാഫിക് അകത്തൊന്നും ഭയങ്കരമായിട്ട് നമുക്ക് എസ്കേപ്പ് ആവും. അതെ. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്തെങ്കിലും അതിൽ കണ്ടോ? വന്നായിരുന്നു. അതിന്റെ ക്ലസ്റ്റർ അടിച്ചു പോയായിരുന്നു. ആക്ച്വലി അതിന്റെ താഴെ നിന്നായിരുന്നു വെള്ളം, നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പോയപ്പോൾ എനിക്ക് വെള്ളം ലീക്ക്, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു എന്നാ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവരത് ഇത് റിപ്പയർ ചെയ്ത് തന്നു. പക്ഷേ അതിന്റെ മീറ്റർ മാറി, ആ ക്ലസ്റ്റർ ബോർഡിന്റെ ആ ഒരു സോഫ്റ്റ് എന്തോ ഒരു സംഭവമാണ്, അത് മാറി. പക്ഷെ അണ്ടർ വാറന്റി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വേറെ പ്രശ്നമൊന്നും മറ്റേ ആ ഓക്സിലറി ബാറ്ററിയുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അത് പലരും പറയുന്നുണ്ട്. അത് മാറിയായിരുന്നു, പക്ഷെ അതിന്റെ വാറന്റിയുടെ ഒരാഴ്ചക്ക് മുമ്പായിരുന്നോണ്ട് മാറി തന്നായിരുന്നു. അതെനിക്കും മാറി. 12 വോൾട്ടിന്റെ അത് പലപ്പോഴും, അതായത് നമ്മുടെ മെയിൻ ബാറ്ററി അല്ല, വാഹനത്തിന് അല്ലാതെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബാറ്ററി പലപ്പോഴും അത് അത്ര ഒരു ക്വാളിറ്റി ഉള്ള അല്ലാന്ന് തോന്നുന്നു. പല മറ്റേ MGയുടെ പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട് അത് മാറ്റേണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പം ഇതിനെന്ത് മൈലേജ് സംഭവം അല്ലെങ്കിൽ പോലും എന്തോ കിട്ടുന്നുണ്ടാവും ഇതിന്? നമുക്ക് ലോക്കലി ഓടുമ്പോൾ 9 കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വേളാങ്കണ്ണി ഒന്ന് പോയപ്പോൾ ഒരു മാക്സിമം ഒരു 10.5 11 വരെ കിട്ടും. അത്രേ ഉള്ളൂ. സർവീസ് കോസ്റ്റ് അഫോർഡബിൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര രൂപയായി വാങ്ങിച്ചപ്പോൾ? ഏകദേശം 46. അത്രയും രൂപയ്ക്ക് ഇത് വർത്താണ്? അത്രയും രൂപയ്ക്ക് ആക്ച്വലി നമ്മൾ, എനിക്ക് ടെക്നിക്കലി പറയാൻ അറിയത്തില്ല, ബട്ട് ഒരു FD രീതിയിൽ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും നോക്കുവാണെങ്കിൽ അത് വേർത്തല്ല. പ്രത്യേകിച്ച് ഖത്തറിലൊക്കെ ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് അവിടെയൊക്കെ അറിയാലോ ടൊയോട്ടയുടെ വില. ഇന്ത്യക്കാരെ ശരിക്കും കൊല്ലുന്ന സമീപനമാണ്. പക്ഷേ സർവീസിൽ കുറച്ചും പിന്നെ നമുക്കൊരു ഫാമിലി ഇച്ചിരി, ഞങ്ങൾ ടോട്ടലി 8 മെമ്പേഴ്സ് ആണ്. ലൈക്ക് ഫാദർ മദറും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ഇതാവണമെന്നുള്ള രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം നോക്കിയോണ്ടാണ് ഇതിലോട്ട് മാറിയത്. അതിപ്പോൾ ഓൾറെഡി ഒരു EV ഉപയോഗിച്ച് അതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണല്ലോ. ഇതിൽ നിന്നൊരു അപ്ഗ്രേഡ് ഇനി EV ആയിരിക്കുമോ അതോ വീണ്ടും ഒരു ഐസ് വണ്ടിയിലൊക്കെ ആയിരിക്കുമോ? EV എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് രീതിയിലുള്ള ഒരു EVയിലോട്ടേ പോകത്തുള്ളൂ, ലൈക്ക് എക്സ്പെൻസീവിലോട്ടുള്ള ഒരു പോകത്തില്ല. അതിന്റെ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് റീസെയിൽ വാല്യൂ അത്രയും രൂപ നമ്മൾ മുടക്കിയിട്ട് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത്. ശരിയാണ്. ഇത് പിന്നെ സ്ഥലം വാങ്ങിക്കുന്ന പോലെ അതേപോലെ തന്നെ കിട്ടുമല്ലോ, ഏത് കാലത്ത് വിറ്റാലും. അതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. മോനെ EVകളൊക്കെ ഇഷ്ടമാണോ? കോമറ്റ് ഇഷ്ടമാണോ? ആണോ? ഇതൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കും കോമറ്റ് ഒക്കെ എടുത്തോണ്ട് പൊക്കോളൂ അല്ലേ? എൻ്റെ മോളാണെങ്കിലും വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും അവള് ലീവിനൊക്കെ വരുമ്പോഴത്തേക്കും കോമറ്റ് എടുക്കും. കോമറ്റ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഫോർച്യൂണിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ ഏത് വണ്ടിയും എപ്പോഴും നല്ല റീസെയിൽ വാല്യൂ ഉണ്ടാവും. പിന്നെ ഒരു പരാതിയൊന്നും ആരും പറയില്ല. പക്ഷേ എപ്പോഴും ഉള്ളൊരു നമ്മുടെ മനസ്സിൽ നിൽക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും വില കൂട്ടിയാണല്ലോ വിൽക്കുന്നതെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും പുതിയ ഈ മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട്. ഞങ്ങളിപ്പം ഇവിടെ മറ്റേ സ്കോർപിയോയുടെ ഒരു
പുതിയ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, ലൈക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലർ. ലൈഫ് സ്റ്റൈലർ അത് ശ്രദ്ധിച്ചു. അതുപോലെ ശ്രദ്ധിച്ചു. അത് പക്ഷേ 2027 ഏപ്രിലാണ് അവർ പ്ലാൻ ചെയ്യുന്നു. ഇന്റീരിയർ നമ്മളെ കാണിച്ചില്ല. ഇന്റീരിയർ കാണും, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തായിരുന്നു, പക്ഷേ ഇന്റീരിയർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫുൾ ബ്ലാക്ക് ഒക്കെ ഒട്ടിച്ച് നമ്മളെ ഇന്റീരിയർ അത് ഫൈനൽ ആയിട്ടില്ല, അതുകൊണ്ട് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിക്കപ്പ് ട്രക്ക് നല്ലൊരു ഓപ്ഷനാണ്, പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് 7 സീറ്റർ കിട്ടില്ല. 7 സീറ്റർ കിട്ടത്തില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരു അട്രാക്ട് ആണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഞാനും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തേക്കണേ. മിടുക്കന്മാരാ, നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ. താങ്ക് യു. അപ്പോൾ ശരി. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഭാവി സാമ്പത്തികമായി സേഫാക്കി വയ്ക്കാൻ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ലോങ് ടേമിലേക്ക് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. ആവശ്യമുള്ള കൂട്ടുകാർക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന കാര്യവും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറുമായിട്ട് കാണാം. ബൈ.